ഹീറോയ്ക്ക് ഹായ് ഫ്രണ്ട്സ് ഇട്ടിട്ട് ആ ഹീറോയ്ക്കാണ് തുറന്നു ഷോക്കായിരുന്നു. ഇവിടെ തന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ ഹീറോ ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു. ആ ഒരു ഡ്രസ്സില്ലായിരുന്നു ഹീറോയിൽ കൂടെ ഹീറോ എന്താ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഹീറോയിൽ കൂടെ സ്റ്റാച്ച് തന്നിരുന്നു. ടീച്ചേഴ്സ് മെമ്പർ പറയായിരുന്നു, എടാ ജിൻ സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് ഓരോ നാളും ഓരോന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ബാക്കി മെമ്പേഴ്സ് പോയായിരുന്നു. അയ്യോ ഇവിടെ തന്നെ എന്ന് പറയുമായിരുന്നു ഇവിടെ തന്നെ എനിക്ക് പീരീഡ് എന്ന് ഹീറോയി പറയുന്നു. ജിന്നാണ് ഫസ്റ്റ് ഹീറോയും കൂടെ റോൺസ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. ജിൻ ചിരിക്കായിരുന്നു, നിനക്കല്ലേ ഇന്നലല്ലേ സ്റ്റോപ്പായത്, എങ്ങനെയായിരുന്നു ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതേക്കൂടെ ഹീറോയെ കൂടെ അവർ എനിക്ക് തോന്നുന്നത് ജിന്നിട്ടായിരുന്നു. ജിന്ന് കഴിഞ്ഞാൽ ഷുഗർ അങ്ങനെ പീറ്റേഴ്സ് 1 മന്ത് ഹീറോയിനെ വെച്ച് ചെയ്ത് ഹീറോ ക്ലോസ് ആവും. ഹീറോയും കൂടെ ഫസ്റ്റ് ടീമാണ് ഹീറോയും കൂടെ പാവ ഹീറോയി കതർ ഹീറോയും കൂടെ ക്ലോസ് ആയിരുന്നു. ഡേയ്സ് പോകാണെങ്കിൽ ഹീറോയ്ക്ക് സാഡായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നു, ഇവരെ വെച്ച് എന്നെ ടോർച്ചർ ചെയ്തല്ലേ ഹീറോയി കയറിയാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഹീറോയി കോളേജിൽ പോകുന്നു. ആ ബോയ്സ് അല്ലേ ആ സീനിയർ ഹീറോയുടെ പുറകെ നടക്കുകയായിരുന്നു. ഹീറോയി പറയാം, സോറി സീനിയർ, എനിക്ക് സീനിയർ മനസ്സിലാക്കുക, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ആ സീനിയർ ഹീറോയിന് പുറകെ നടക്കുമായിരുന്നു. പിറ്റേഴ്സ് അവർക്ക് ടെൻഷനായി ഉണ്ടായിരുന്നു. ഇത് വിട്ട ശരിയാല് പറഞ്ഞ കൂടെ എപ്പോഴും ദിവസം ഈ ന്യൂസ് കേട്ടായിരുന്നു ഹീറോയെ കൂടെ ക്ലോസ് ചെയ്തിരിക്കുക. അതുമുതലുള്ള റൊമാൻസ് ഡെയിലി ചെയ്യും. ഹീറോയ്ക്ക് അവരെ പിടിക്കുക, അതുമുതലുള്ള ശരി ഓക്കെ ദിവസം ഒന്നും ആവുന്നതാ എന്ന് പറഞ്ഞ് ആ പെണ്ണ് ക്ലോസ് ചെയ്തായിരുന്നു. അതുമാത്രമല്ല ആ കോളേജിലൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിക്ക് പീറ്റേഴ്സ് മെമ്പർ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുമാത്രമല്ല അർജുനും പിടിക്കുമായിരുന്നു. നിറയെ ഗേൾസ് അർജുനും കൂടെ ക്ലോസ് ആകുമ്പോൾ അവളൊക്കെ ജലസ് മൊത്തം തലക്കേറായിരുന്നു. ഇപ്പം ഹീറോയിൻ അതെ ആ പെണ്ണ് പത്താം ക്ലാസ്സിലാണ് എന്താ പറഞ്ഞാൽ വേറെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹീറോയിൻ ഡിസംബർ അറിവ്. അതുമാത്രമല്ല ഇപ്പോൾ ഹീറോയിൻ ഇപ്പോൾ 3rd ഇയർക്ക് എത്തിയായിരുന്നു. സീനിയർ 4th ഇയറാണ്. അതായത് ഹീറോയിൻ്റെ പുറകെ ആ പെണ്ണ് ഫസ്റ്റ് ഇയർ, അതുകൊണ്ട് ഹീറോയിൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഫസ്റ്റ് ഇയർ 10th +1 +2 അത്ര ഉണ്ടായിരുന്നു. പെണ്ണ് പഠിക്കും, സ്കൂൾ പഠിച്ചോണേ. അതുകൊണ്ട് ഹീറോയിൻ അപ്പോൾ ഹീറോയിൻ പറഞ്ഞത് സീനിയർ ഹീറോയിൻ്റെ ഫൈനൽ ഇയർക്ക് എത്തിയായിരുന്നു പറഞ്ഞിട്ട് 4th ഇയർ ഫൈനൽ ഇയർക്ക് എത്തി പറഞ്ഞ സീനിയർക്ക് ഭയങ്കര സാഡായിരുന്നു. 4th ഇയർ പഠിക്കാൻ ഞാൻ 4th ഇയർ പഠിച്ചതിന് മതിയൊക്കെ പോകുന്ന സീനിയർ ഭയങ്കര സാഡായിരുന്നു. സീനിയർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയിൻ പ്രപ്പോസ് ചെയ്യായിരുന്നു. അങ്ങനെ ഹീറോയിൻ ക്ലോസ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ഫസ്റ്റ് ഹീറോ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് കുട്ടികൾ ജനിച്ചതും ആ സീനിയർക്ക് അറിയില്ലായിരുന്നു. ആ സീനിയർ പ്രപ്പോസ് ചെയ്ത് ഹീറോയി പറയാൻ തുടങ്ങി, എനിക്ക് കുട്ടികളെല്ലാം ജനിച്ച് കഴിഞ്ഞ് സീനിയർ കുറച്ച് വർഷം. അപ്പോൾ സീനിയർക്ക് മനസ്സിലായി. ഹീറോയി ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് സീനിയർ അവിടെ നിന്ന് പോയായിരുന്നു. ആ പെണ്ണ് ഹീറോയിൻ്റെ ചേട്ടൻ്റെ പുറകെ നടക്കുകയായിരുന്നു. ഹീറോയുടെ ചേട്ടൻ തലയിൽ കൈ വെക്കാൻ, ഈ പെണ്ണിക്ക് വേറെ പോയില്ലേ എൻ്റെ പുറകിൽ മിനുക്കി നടക്കാൻ ഹീറോയിനെ ചേട്ടൻ ഇഷ്ടമായി പിടിക്കുമായിരുന്നു. അതുമാത്രമല്ല ആ പെണ്ണ് ഒരിക്കൽ സൂസൈഡ് ട്രൈ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഓക്കെ ആക്സെപ്റ്റ് ചെയ്ത് അവർക്ക് രണ്ടൊക്കെ മാരേജായി. ഹീറോയിൻ്റെ അച്ഛനമ്മക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹീറോയിൻ ഹാപ്പി എൻഡിങ് സ്റ്റോറി.